ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഇങ്ങനെയൊന്നല്ല ഞാൻ സംസാരിക്കാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് നാൾ നമ്മുടെ ആനിവേഴ്സറിക്ക് മുന്നെടുത്താണ്. പക്ഷേ ആനിവേഴ്സറി ഡേറ്റിൻ്റെ അന്ന് തന്നെ എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതുകൊണ്ട് ഈ വീഡിയോ അടക്കം 2-3 വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ചെറിയ സർജറീസ് ഉണ്ടായിരുന്നു. കഴിയുമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ചെറിയ വീഡിയോ ഞാൻ ഓക്കെ ആയിട്ട് ചെയ്യാം. നിലവിലെന്തായാലും അതിനെപ്പറ്റിയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. എല്ലാം പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, അതും കൂടി ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഫോട്ടോഷൂട്ടിന് ചെന്നിരിക്കുന്നത് പുത്തൻവേലിക്കരയാണ്. ഒരു ഈവനിങ്ങാണ് നമ്മൾ പോയത്. അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. അതിലാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സംസാരം വേറൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ ഒരു ടൈ ചെയ്ത് വെച്ചേക്കണതാണ്, എനിക്ക് മുഴുവനായിട്ടും ഓപ്പൺ ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അത് ഒരു 2-3 വീക്സിൽ തന്നെ അത് ഓക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്ക് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കാത്ത കാരണം എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചതാണ്. അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നോക്കട്ടെ, ഓഡിയോ കേട്ടിട്ട് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്ത് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ കിച്ചു ഉണ്ട്, അക്കുവും ഞാനും കൂടി. ഞങ്ങൾ 5ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. പക്ഷെ 5ാമത്തെ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ തന്നെ അന്ന് ഈവനിങ്ങാണ് സംഭവിച്ചത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരിക്കും ഞങ്ങൾക്ക് ഈ 5ാമത്തെ ആനിവേഴ്സറി. 5ാമത്തെ അല്ല, ഇനി വന്ന ആനിവേഴ്സറീസൊക്കെ. അപ്പം എല്ലാവരും നല്ല രീതിക്ക് ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്താ പറയുക, വരാനുള്ളത് എന്തായാലും നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞ് എനിക്ക് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. മോള് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അടഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് നമുക്ക് അത്യാവശ്യം ഫോട്ടോസും ചെറിയൊരു വീഡിയോസിൻ്റെ കുറച്ച് ക്ലിപ്പുകളും കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പയ്യെ അടഞ്ഞു പോന്നു. അതുപോലെ തന്നെ ഫോണിൽ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പയ്യെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 2 ഹവറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണത്. അപ്പോൾ ഇവിടെ എറണാകുളത്തുള്ളവരെല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. പുത്തൻവേലിക്കരയാണ് സ്ഥലം വരുന്നത്. പിന്നെ കിച്ചുവിനാണെങ്കിൽ ഇന്ന് ഈവനിങ്ങാണ് ഫ്ലൈറ്റ്. ചെന്നിട്ട് വേണം എല്ലാം റെഡിയാക്കി പോകാനായിട്ട്. അതിൻ്റെ ഒരു ഹറിബറിയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.